KM ഉമേഷ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം. ഉമേഷ, കോഴിക്കോട്ടെ നിരവധി പ്രശ്നങ്ങൾ, പരാതികൾ, അതായത് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങൾ ചേതൻ ഇങ്ങനെ സൂചിപ്പിക്കുകയായിരുന്നു. ഓരോരുത്തരും അവരവരുടെ വ്യക്തി താല്പര്യങ്ങൾക്കനുസരിച്ച് എന്നെ സ്ഥാനാർത്ഥിയാക്കണം എന്ന് വിവിധ പാർട്ടികളോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം റിപ്പോർട്ടായി കൊച്ചിയിൽ നിന്ന് വന്നതുമാണ്. BJPയിലെ സ്ഥാനാർത്ഥി നിർണയത്തെ കുറിച്ച് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അവിടെ ശ്യാമള എസ് പ്രഭു അവരുടെ പരാതി ഉന്നയിക്കുന്നു. LDFനാകട്ടെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ പകുതിയോളമെങ്കിലും സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാൻ കഴിയുന്നു. UDFനും വലിയ പ്രതിസന്ധി വരുന്നു. അത് ഘടകകക്ഷികൾ ഉന്നയിക്കുന്നതാണ്. അവരുടെ ഒരു പ്രാതിനിധ്യം അത് കൂടുതൽ വേണമെന്ന് ഘടകകക്ഷികൾ ആവശ്യപ്പെടുന്നു. അതിൻ്റെ ഒരു സ്പ്ലിറ്റ് അത് എങ്ങനെ വിഭജിച്ച് കൊടുക്കുമെന്ന കൺഫ്യൂഷനിൽ UDF മുന്നോട്ട് പോകുന്നു. എന്തൊക്കെയാണ് എറണാകുളം ചർച്ച ചെയ്യുന്നത്? ഒരു പൊതുചിത്രം വ്യക്തമാക്കിയാൽ. വിനിഷ, എറണാകുളത്ത് ഈ ഒരു പ്രശ്നവുമില്ല, UDFൽ യാതൊരു പ്രശ്നവുമില്ല, ഞങ്ങളിതാ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു, വളരെ വേഗം അതെല്ലാം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് ഇന്നലെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക കോൺഗ്രസ് പ്രഖ്യാപിക്കുകയുണ്ടായി. ഇത് 65 സീറ്റിലേക്കാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. ആകെ 76 സീറ്റുണ്ട്. അതിൽ 65 സീറ്റിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. ആ 65-ൽ 40 സീറ്റിലെ സ്ഥാനാർത്ഥികളുടെ പട്ടിക മാത്രമേ ഇന്നലെ കോൺഗ്രസിന് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞുള്ളൂ. പ്രശ്നങ്ങളില്ല എന്ന് പറയുമ്പോഴും ഈ 25 സീറ്റോളം ഒഴിച്ചിട്ടിരിക്കുകയാണ്. അതിൽ വലിയ തർക്കം നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇന്നലെ ഒറ്റയടിക്ക് അത് പ്രഖ്യാപിക്കാൻ കഴിയാത്തതും ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ്. ഇനി പ്രഖ്യാപിച്ച സീറ്റുകളുടെ കാര്യത്തിലാണെങ്കിൽ അതിലും വലിയ അതൃപ്തി, പൊട്ടിത്തെറികൾ ഇന്നലെ തന്നെ അത് കണ്ടു എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഈ 44-ാം ഡിവിഷൻ, പൊന്നുരുന്നി 44-ാം ഡിവിഷനിലെ സ്ഥാനാർത്ഥിയായി MX സെബാസ്റ്റ്യനെ പ്രഖ്യാപിച്ചതോടെ ഈ വൈറ്റില ബ്ലോക്ക് വൈസ് പ്രസിഡൻറ്റും മറ്റ് 2 ഭാരവാഹികളും ഇന്നലെ തന്നെ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചിരിക്കുകയാണ്. വൈറ്റില ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് AN സജീവൻ, ഇതുകൂടാതെ മണ്ഡലം സെക്രട്ടറി AN സന്തോഷ്, ബൂത്ത് സെക്രട്ടറി വിവേക് എന്നിവരാണ് ഇന്നലെ രാജിവെച്ചത്. ഈ MX സെബാസ്റ്റ്യൻ എന്ന് പറയുന്നയാൾ ഇതിനു മുൻപ് 2 തെരഞ്ഞെടുപ്പുകൾ മത്സരിച്ച് ആ 2-ലും തോറ്റതാണ്. അന്ന് ഈ MX സെബാസ്റ്റ്യനൊക്കെ വേണ്ടി പ്രചരണ രംഗത്തുണ്ടായിരുന്ന ആളാണ് താൻ എന്നാണ് ഈ സജീവൻ പറയുന്നത്. ഇപ്പോൾ MLA-മാരുടെ ഒക്കെ നേതൃത്വം MLA-മാരൊക്കെ ഇടപെട്ടാണ് വീണ്ടും ഇദ്ദേഹത്തിന് തന്നെ സീറ്റ് നൽകിയത്. അതെന്തിനാണ് വീണ്ടും ഇങ്ങനെ തോൽക്കുന്ന ഒരാൾക്ക് തന്നെ വീണ്ടും സീറ്റ് നൽകുന്നത്? അങ്ങനെ ചില ഗ്രൂപ്പ് നേതാക്കളുടെ പിടിവാശി, അതിനുവേണ്ടി കോൺഗ്രസിനെ ബലിയാടാക്കണോ? അതുകൊണ്ട് ഇനി കോൺഗ്രസുമായി ചേർന്ന് പ്രവർത്തിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ AN സജീവൻ്റെ നേതൃത്വത്തിൽ 3 പേർ ഇന്നലെ രാജിവെച്ചത്. ഇതിപ്പോൾ ഒരു ഡിവിഷനിലെ കാര്യമാണ്. ഇനി പ്രഖ്യാപിക്കാത്ത സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥിത്വം മോഹിച്ച് 2-3 പേരൊക്കെയാണ് ഈ ഓരോ സീറ്റിലെയും വേണ്ടി ഇങ്ങനെ ശ്രമിക്കുന്നത്. അത് DCC പ്രസിഡന്റ് ഷിയാസ് ഇന്നലെ പറഞ്ഞത് ഒരു പ്രശ്നവും ഉണ്ടാകില്ല, ഇന്നലെ രാത്രിയോ അല്ലെങ്കിൽ ഇന്നോ നാളെയൊക്കെയായി ഉടൻ പ്രഖ്യാപിക്കുമെന്നൊക്കെയാണ്. പക്ഷേ അപ്പോഴും ഈ പ്രശ്നത്തെ എങ്ങനെ നേരിടണം എന്നറിയാതെ വലിയ ആശയക്കുഴപ്പം കോൺഗ്രസിനകത്ത് തുടരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. ഇനി LDFിലേക്ക് വന്നാൽ, LDF ഇന്ന് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുകയാണ്. ഇന്ന് രാവിലെ 11 മണിക്ക് മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കും എന്ന് LDF അറിയിച്ചിട്ടുണ്ട്. അത് CPIM മാത്രമല്ല, LDFിലെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും, അതായത് 76 സീറ്റിലേക്ക് കൊച്ചി കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് 76 സീറ്റിലേക്കുള്ള മുഴുവൻ സ്ഥാനാർത്ഥികളെയും LDF പ്രഖ്യാപിക്കുകയാണ്. CPIM-ൻ്റെയും CPI-യുടെയും ജില്ലാ സെക്രട്ടറിമാരും ജില്ലാ LDF കൺവീനറും ഒക്കെ ചേർന്നാണ് ഇന്ന് 11 മണിക്ക് CPIM ജില്ലാ കമ്മിറ്റി ഓഫീസായ കലൂർ ലെനിൻ സെൻറ്ററിൽ വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത്. അവിടെ ആരൊക്കെയാണ് സ്ഥാനാർത്ഥികൾ ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് തന്നെ മുഴുവൻ പേരെയും പ്രഖ്യാപിച്ചുകൊണ്ട് വളരെ വേഗം പ്രചാരണ രംഗത്ത് സജീവമാകാൻ തയ്യാറെടുക്കുകയാണ് LDF. ഇനി വിനിഷ സൂചിപ്പിച്ച NDAയുടെ കാര്യം, BJPയിൽ വലിയ പ്രതിസന്ധിയുണ്ട്. ഇതുവരെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. BDJS-മായി സീറ്റ് വിഭജനം വലിയ തർക്കമായി നിലനിൽക്കുന്നുണ്ട്. ശ്യാമള എസ് പ്രഭുവിൻ്റെ കാര്യം പറഞ്ഞു. 1988 മുതൽ മത്സരിക്കുന്ന ഒരാളാണ് ശ്യാമള പ്രഭു. BJPയുടെ മുൻ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ്. അവരെ തഴഞ്ഞുകൊണ്ടാണ് ഇത്തവണ ഒരു ലിസ്റ്റ് അവർ പ്രഖ്യാപിക്കാനിരിക്കുന്നത്. അത് മുൻകൂട്ടി കണ്ട് ശ്യാമള എസ് പ്രഭു വളരെ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ തന്നെ ഒഴിവാക്കിയാണ് ഒരു പ്രഖ്യാപനമെങ്കിൽ താൻ ഉറപ്പായും മത്സരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഒരു വിമത ഭീഷണി BJPക്ക് ഇതിനകം നേരിടേണ്ടി വരികയാണ്. നേതൃത്വം എങ്ങനെ അനുനയിപ്പിക്കണം എന്നറിയാതെ കുഴങ്ങുകയാണ്. ആ തരത്തിലുള്ള പ്രശ്നം അവരെ നേരിടുന്നുണ്ട്. പക്ഷേ എങ്കിലും ഇന്ന് ആദ്യഘട്ട സ്ഥാനാർത്ഥിയെ പട്ടികയെങ്കിലും പ്രഖ്യാപിക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷ ചില കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. അത് ഉറ്റുനോക്കുകയാണ്. ഇന്ന് അവരുടെയും പ്രഖ്യാപനം ഉണ്ടാകുമോ എന്ന് ഉറ്റുനോക്കുകയാണ്. ഏതായാലും കോൺഗ്രസിൻ്റെ ആദ്യഘട്ടം പ്രഖ്യാപിച്ചു. NDAയുടെ ഇന്ന് പ്രഖ്യാപിക്കുകയാണെങ്കിൽ അവരും സജീവമാകും. LDFിൻ്റെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും ഇന്ന് പ്രഖ്യാപിക്കും. അപ്പോൾ ആ പ്രാഥമിക ഘട്ട മത്സര ചിത്രം
തെളിയും എന്ന് നമുക്ക് പറയാം. പക്ഷേ അപ്പോഴും കോൺഗ്രസിലെ പ്രശ്നങ്ങൾ ബാക്കിയാകുന്നു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് വരെ രാജിവെച്ചൊരു സാഹചര്യം എറണാകുളം ജില്ലയിലുണ്ട്. എടത്തല പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന സാജിദ അബ്ബാസ് രാജിവെച്ചിരിക്കുകയാണ്. അവിടെയും ഇതേ പ്രശ്നങ്ങൾ തന്നെ, പല കാരണങ്ങൾ കൊണ്ട് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ രാജിവെച്ച സാഹചര്യമുണ്ട്. കൂത്താട്ടുകുളത്തെ നഗരസഭയിലെ 17-ാം വാർഡ് സ്ഥാനാർത്ഥി, അവർ UDFിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു കഴിഞ്ഞ തവണ. അവർ ഇത്തവണ LDFിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ച സാഹചര്യമുണ്ട്. അങ്ങനെ വിമത ഭീഷണികൾ കൊണ്ട് നിറയുകയാണ് UDF. അതുകൊണ്ട് അവർക്ക് എങ്ങനെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടണം എന്നൊരു പ്രശ്നമുണ്ട്. മാത്രമല്ല, ഇന്നലെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചപ്പോൾ ഒരു പക്ഷേ UDFിന് ഭരണം കിട്ടുകയാണെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന എങ്ങനെയാണ് ഭരണം പിടിക്കാൻ കഴിയുമെന്നാണ്. അപ്പോൾ മേയർ ആര് എന്നത് സംബന്ധിച്ച വലിയ തർക്കത്തിനും സാധ്യത വരുന്നു എന്നുള്ളതാണ്. കാരണം മുൻപ് മുതൽ മേയറാകും എന്ന് പറഞ്ഞു കേട്ട ഒരു പേരാണ് ഷൈനി മാത്യുവിൻ്റേത്. 2015-ലും ഒക്കെ ഷൈനി ജയിച്ചപ്പോൾ ഷൈനി തന്നെ ആയിരിക്കും മേയർ എന്ന് പറഞ്ഞെങ്കിലും അന്ന് സൗമിനി ജെയിനാണ് മേയറായി മാറിയത്. അത് വലിയ പ്രശ്നം അന്ന് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതേ ഷൈനി മാത്യു ഈ പട്ടികയിലും വന്നിരിക്കുകയാണ്. അന്ന് ഷൈനി മാത്യുവിനെ തഴഞ്ഞത് അവർക്ക് പരിചയക്കുറവുണ്ട്, പരിചയമുള്ള ഒരാളെ ആവണം മേയറാകണം എന്നായിരുന്നു അന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് അന്ന് ഷൈനി മാത്യുവിനെ തളഞ്ഞത്. ഇപ്പോൾ ഷൈനിക്ക് പരിചയ സമ്പത്തുണ്ട്, അതുകൊണ്ട് ഷൈനി മേയറാവും എന്ന് കരുതിയെങ്കിൽ അതിന് ദീപ്തി മേരി വർഗീസ് ഭീഷണിയായി രംഗത്തുണ്ട്. ദീപ്തി KPCCയുടെ ജനറൽ സെക്രട്ടറിയാണ്. അതുകൊണ്ട് ദീപ്തി തന്നെ മേയറാകും എന്നൊരു പ്രതീക്ഷ ഒരു വിഭാഗവും വെച്ചു പുലർത്തുന്നുണ്ട്. ഇതൊക്കെ ഭരണം കിട്ടിയാലത്തെ സാഹചര്യമാണ്. ഇനി ഭരണം കിട്ടിയാലും ഇല്ലെങ്കിലും പ്രശ്നങ്ങൾ അതേപടി തുടരും എന്നുള്ളത് തന്നെയാണ് എറണാകുളത്ത് നിന്ന് പൊതുവെ പറയാനുള്ളത്. യെസ്, എറണാകുളത്തിൻ്റെ വിശദമായ ഒരു പൊതുചിത്രമാണ് ഉമേഷ നമുക്ക് മുൻപിൽ വരച്ചു കാണിച്ചത്.